ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഫുമാഷ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ വരുന്ന മെയ് 15-ാം തീയതിയാണ് നമ്മുടെ SSLC റിസൾട്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും അതോടൊപ്പം തന്നെ കൂട്ടുകാരും നാട്ടുകാരും ചെയ്യേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയാം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പാരൻസിനോടും നാട്ടുകാരോടും കൂട്ടുകാരോടുമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ റിസൾട്ട് അറിഞ്ഞതിന് മുമ്പേ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. റിസൾട്ട് വന്നതിന് ശേഷം ആരും എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഇതെന്തായി വിളിച്ചറിയിക്കേണ്ടതില്ല. കൃത്യമായിട്ട് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുള്ള ഒരാളാണെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലോ ഇനി അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഇനി അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലോ ഇനി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇടുന്നതാണ്. അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ എന്നെ പ്രത്യേകമായിട്ട് വിളിച്ച് എന്താണ് റിസൾട്ട് ഒന്നും അന്വേഷിക്കേണ്ടതില്ല. ഇതാണ് കൂട്ടുകാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ വീട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് എൻ്റെ റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് കുറവാണെന്ന് അറിഞ്ഞിട്ടും ചില ആൾക്കാരൊക്കെ വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. നിന്റെ മോൾക്ക് എന്തായി, നിന്റെ മോൻ എന്തായി, അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മക്കൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെങ്കിൽ അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. മൂന്നാമത്, നല്ല റിസൾട്ടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ പാരൻസിനോടാണ് പറയാനുള്ളത്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരു പെൺകുട്ടിയാണെങ്കിലും ഒക്കെ ഡ്രസ്സുകളോ ഇനി അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് സന്തോഷമാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനി അല്ലെങ്കിൽ ക്യാഷ് പ്രൈസുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് നന്നായിരിക്കും. അത് കൂടുതൽ പ്രചോദനം അവർക്ക് നൽകുന്നതാണ്. മൂന്നാമത്തെ കാര്യം, കുറ്റപ്പെടുത്താതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നിങ്ങളുടെ മക്കൾ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത്. എന്തായാലും അവർ ലാസ്റ്റിലേക്കാണെങ്കിലും ആദ്യത്തിലേക്കാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല പഠിച്ചിട്ടുണ്ട്. പക്ഷേ വിചാരിച്ച അത്ര റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചോ എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. അവിടെ മുന്നിൽ എനിക്ക് അത്രേ കിട്ടിയുള്ളൂ, നിങ്ങൾ സിമ്പതി വെക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് മാത്രം അവർക്ക് കൊടുക്കുക. ആ കിട്ടിയത് അത് മതി, നീ നിന്റെ മാക്സിമം എഫേർട്ട് എടുത്തില്ലേ, ദാറ്റ്സ് ഇനഫ്. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാരൻസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മുഖം ചുളിക്കാതിരിക്കുക. ഇത്രയും മോശമായിട്ടുള്ള റിസൾട്ടാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എല്ലാവർക്കും. ഇനി നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ റിസൾട്ടൊക്കെ കുറവാണെങ്കിൽ പോലും നിങ്ങൾ മുഖം ചോദിച്ചാൽ അയ്യോ എൻ്റെ മോൻ ഇത്രേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മോന് നല്ല നിങ്ങളുടെ മക്കൾക്ക് അത്ര കിട്ടിയെങ്കിൽ ദാറ്റ്സ് ഇനഫ്, അത് മതി. ഇനി അങ്ങോട്ട് നമുക്ക് +1 ഉഷാറാക്കാൻ എന്നാണ് നിങ്ങൾ പറയാനുള്ളത്. ഇനി റിസൾട്ട് അറിയുന്ന, അതായത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, റിസൾട്ട് എന്തായാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് ചിലപ്പോൾ നല്ല മാർക്കാവാം, ചിലപ്പോൾ അത് കുറച്ച് കുറവായിരിക്കാം. അതെന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയിട്ടോ ഡിപ്രഷനിലൊക്കെ പോയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാനില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ തന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ടുമായിട്ട് നിങ്ങളുടെ റിസൾട്ട് കമ്പയർ ചെയ്യരുത്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമത്തിലേക്കാക്കും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഇപ്പോൾ 5A+ ആണ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ഫ്രണ്ട്സിനെ വിളിച്ചു, ഓൻ എന്നെക്കാൾ അത്രയും പഠിക്കുന്ന ഒരാളാണെന്ന് ആയിരുന്നില്ല, പക്ഷേ എന്നിട്ട് ഓൻ A+ കിട്ടി. അത് നിങ്ങൾ എത്രയും ഡിമോട്ടിവേറ്റ് ആവും. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കാര്യം കമ്പയർ ചെയ്യേണ്ട. ഓൻ അത്ര കിട്ടിയ ഓൻ ഷെയറായി, നന്നായിട്ട് പഠിച്ചു, ഇനിയിപ്പോൾ എന്തോ ആവട്ടെ, ഏത് രീതിയിലാവട്ടെ, ഓന് കുറച്ചുകൂടി മാർക്ക് അധികം കിട്ടിയെന്ന് വിചാരിച്ചോ, ഓന് കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചോ, നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ സംതൃപ്തരാവുക എന്നതാണ് പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് റിസൾട്ട്, നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോയാൽ അത് കൂട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട്. നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം, സ്ക്രൂട്ടിനി കൊടുക്കാം, ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. മൂന്നാമത്തെ കാര്യം, സിമ്പതി അവധത്തിൽ പറയണ്ട, സങ്കടവും സന്തോഷവും കൺട്രോൾ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ നല്ല റിസൾട്ട് കിട്ടി, നല്ല A+ ഒക്കെ കിട്ടിയ ഒരാളാണെങ്കിൽ സന്തോഷം നന്നായിട്ടുണ്ടാവും. അത് കൺട്രോൾ ചെയ്യുക. അമിതാവേശം കാണിച്ച് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ എല്ലാവരെയും വിളിച്ചറിയിച്ച് അന്വേഷിച്ച് വലിയ പൊങ്കാലിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് കണ്ടുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ, കുറച്ച് പാരൻസൊക്കെ സങ്കടപ്പെടുക. ഇപ്പം നമ്മൾ കാരണം ഒരാൾ സങ്കടപ്പെടുന്ന അത്ര നല്ല കാര്യമില്ലല്ലോ. അപ്പം സന്തോഷം നിങ്ങൾ പങ്കിടണം, നിങ്ങൾ സ്റ്റാറ്റസ് ഇടണം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹാപ്പി ആവണം എന്ന് കരുതി അത് ഓവറാക്കുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകരുത്. 10ാം ക്ലാസ് എന്ന വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സംഭവമുള്ള ഒരു കാര്യമാണ്. പിന്നെ സങ്കടം വന്നാൽ നിങ്ങൾ അമിതമായി സങ്കടപ്പെടാതിരിക്കുക. കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വിഷമമുള്ള ഒരു സംഭവമാണ് സംഭവിച്ചെങ്കിൽ ഒരു ചായ കുടിക്കാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് ഔട്ടിങ്ങിന് ആരെങ്കിലും ഫ്രണ്ട്സിനോ വീട്ടുകാരുടെ കൂടെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവുക, റീഫ്രഷ് ആവുക. പിന്നെ കുറച്ച് സീഡ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുക. നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ടൊക്കെ കിട്ടി, ഇനി വാട്ടവർ എന്തായാലും കുറച്ച് മധുരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അയൽവാസികൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക. കാരണം നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക. നിങ്ങളുടെ ക്യാഷൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ നിങ്ങളുടെ പാരൻസിന് നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ വാങ്ങിക്കൊടുക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും അതെന്താവട്ടെ
നിങ്ങളുടെ ടീച്ചറെ വിളിച്ച് ഒന്ന് അറിയിക്കുക. കുറഞ്ഞ മാർക്കാണെങ്കിലും കൂടിയ മാർക്കാണെങ്കിലും ഒക്കെ അറിയിക്കുക. ഉറപ്പായിട്ടും അവർ നിങ്ങൾക്കൊരു നിങ്ങളെ വാക്കുകൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കും. സന്തോഷമാണെങ്കിലും അത് കുറവാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ വിളിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സിനും വിളിക്കാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ എന്തായാലും വിളിക്കുക. എന്നിട്ട് അവരോടൊക്കെ നിങ്ങളുടെ സന്തോഷ സങ്കടമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് അവരോട് പങ്കിടുക. തീർച്ചയായിട്ടും അത് ടീച്ചേഴ്സിന് കിട്ടുന്ന വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. മെസ്സേജ് ആയിട്ടോ ഇനി അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടോ വാട്ടെവർ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ റിസൾട്ട് ഏറ്റവും അടിപൊളിയാവട്ടെ. ഇനി +1 പോകാനുള്ളത്. +1 വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ എല്ലാവരും ജോയിൻ ചെയ്തു, വലിയ ചിലവൊന്നുമില്ലല്ലോ, ഫ്രീ ആയിട്ടല്ലേ. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് +1 ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഇപ്പോൾ ഫുഫുമാഷ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന ഒരു എഡ്യൂക്കേഷനോ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. നമുക്ക് മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓൾ ദ ബെസ്റ്റ്.